വീടിന് വെളിയിലേക്ക് ഇറങ്ങിയ ഞാൻ ബുള്ളറ്റിനരികിൽ കുറച്ചു നേരം നിന്നു. 6 മാസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയായി തീർന്ന വാഹനമാണ്. ഞാൻ അതിനെ മെല്ലെയൊന്ന് തലോടി. അവനെ ഉപേക്ഷിച്ച് പോകാനൊരു മടി. 19 വർഷം ജീവിച്ച വീട്ടിൽ നിന്ന് ആരുമില്ലാത്തവളായി ഇറങ്ങുകയാണ്, അതും വെറും കൈയോടെ. അവരുടെ മകളായിട്ട് ഇത്രയും വർഷം ജീവിച്ചില്ലേ, ഇതിരിക്കട്ടെ. ഞാൻ വെളിയിൽ നിന്നും കോളിംഗ് ബെൽ മുഴക്കി കാത്തുനിന്നു. കുറച്ചു കഴിഞ്ഞ് പപ്പ വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഇത്രയും നാളും ഞാനും പപ്പയെന്നും മമ്മിയും എന്നാണ് വിളിച്ചത്. തിരുത്തിയൊരു വിളി എനിക്കറിയില്ല. ബുള്ളറ്റ് ഞാൻ എടുക്കുക, അതെങ്കിലും എനിക്ക് തരണം. മോളെ, പപ്പക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. എവിടെ ആയിരുന്നാലും നീ എന്നെ വിളിക്കണം. എന്നെ ആദ്യം അച്ഛാന്ന് വിളിച്ചത് നീയാണ്. കുറച്ച് പൈസ കൂടി നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാക്കാം. ഇപ്പോൾ എനിക്ക് അവൾ പറയുന്നു അനുസരിക്കാനേ കഴിയൂ. പപ്പയെ ചതിക്കുയിൽ വീഴ്ത്തിരിക്കുകയാണ്. പപ്പയുടെ പൊന്നുമോൾ ശപിക്കരുത്. നീറിത്തുടങ്ങിയ പപ്പയുടെ കണ്ണുകൾ എനിക്ക് കാണാം. കരാതെ കരയുകയാണ് എൻ്റെ പപ്പ. സാരമില്ല പപ്പ, എനിക്ക് മനസ്സിലാകുന്നുണ്ട് ചിലതൊക്കെ. മമ്മിക്ക് എന്നെ പണ്ടേ അത്ര മതിപ്പില്ല. ഇപ്പോൾ പ്രഗ്നൻ്റ് കൂടി ആയപ്പോഴേക്കും ആളാകെ മാറി. സാരമില്ല, നിങ്ങൾ ഇപ്പോഴെങ്കിലും സത്യം തുറന്നു പറഞ്ഞാൽ നന്ദിയുണ്ട്. ആർത്തലച്ചു വന്ന നിലവിളി നെഞ്ചിനുള്ളിൽ അടക്കിപ്പിടിച്ചു ഞാൻ ചിരിച്ചു. എങ്ങോട്ടാദ്യം പോകണമെന്നൊരു ലക്ഷ്യമില്ല. നേരെ ട്രിവാൻഡ്രം പിടിച്ചാലോ? പിന്നെയാണ് മറ്റൊന്ന് ചിന്തിച്ചത്. ടെസ്സയെ ഒന്ന് വിളിക്കാം. ഞാൻ ബുള്ളറ്റ് റോഡിന് സൈഡിലേക്ക് ഒതുക്കി. ഫോണെടുത്ത് ഞാൻ ടെസ്സയെ വിളിച്ചു. ആദ്യം വിളിച്ചപ്പോൾ റേഞ്ചില്ലായിരുന്നു. വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്തു. ഭാഗ്യം, ബെല്ലുണ്ട്. കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വന്നെങ്കിലും ടെസ്സ കോളെടുത്തു. ഹലോ അഗ്നി, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പെട്ടെന്ന് പോയത്? ഒന്നിലേറെ ചോദ്യങ്ങൾ വന്നപ്പോൾ മറുപടി പറയാനാകാതെ ഞാൻ കുഴങ്ങി. ഉള്ളിൽ കനലേരിയുന്നുണ്ട്. അതുടനെ അണയില്ല. നല്ലൊരു മഴ പെയ്യണം. ആ മഴയ്ക്ക് എല്ലാം ശാന്തമാക്കാൻ കഴിയും. അതിനാദ്യം നിന്റെ മാതാപിതാക്കളെ കണ്ടെത്തണം. നീ എന്താടി ഒന്നും മിണ്ടാത്തെ? ടെസ്സയുടെ ശബ്ദം വീണ്ടും. നീ ഇപ്പോൾ എവിടാ? ഞാൻ ഹോസ്റ്റലിലുണ്ട്. ഞാൻ വാച്ചിൽ ടൈം നോക്കി. സമയം 6 മണി കഴിഞ്ഞു. മനസ്സറിഞ്ഞു വിട്ടാൽ 12 മണിക്ക് മുമ്പ് ട്രിവാൻഡ്രം പിടിക്കാം. ഡേ, ഞാൻ 12 മണിക്ക് മുമ്പ് അങ്ങെത്തും. ഞാൻ വിളിക്കുമ്പോൾ നീ ഹോസ്റ്റൽ ഗേറ്റിനടുത്ത് വരണം. എല്ലാം അവിടെ വന്നിട്ട് പറയാം. ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. ബുള്ളറ്റ് വീണ്ടും എന്നെയും കൊണ്ട് മുമ്പോട്ട് ഓടി തുടങ്ങി. കുറച്ചു ദൂരം മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഫ്യൂവൽ പമ്പ് കണ്ടു. അവിടെ കയറി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. അവിടെ നിന്നൊരു 10,000 രൂപ കരുതലായി ഞാനെടുത്ത് പേഴ്സിൽ വെച്ചു. യാത്രയാണ്, മുൻകൂട്ടി കുറച്ച് പണം കരുതണമെന്നുള്ളതാണ്. വീണ്ടും യാത്ര തുടർന്നു. കൊല്ലത്തെ പമ്പിൽ കയറി വണ്ടിക്ക് ഇന്ധനം നിറച്ചു. വയറിന് വല്ലാത്ത വിശപ്പ് തോന്നിയപ്പോൾ ചെറിയൊരു തട്ടുകടക്ക് മുമ്പിൽ ഞാൻ ബുള്ളറ്റ് നിർത്തി. ഞാൻ കടയുടെ മുമ്പിലേക്ക് ചെന്നു. കുറച്ച് ചെറുപ്പക്കാർ അവിടെ ഇരുന്ന് പൊറോട്ടയും ബൂഫുമൊക്കെ തട്ടുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ എന്നിലാണ്. പാതിരാക്ക് ഒരു പെണ്ണൊറ്റക്ക് കറങ്ങുന്നതായിരിക്കും ഇപ്പോൾ അവരുടെ മനസ്സിൽ. ചിലരുടെ ശ്രദ്ധ എൻ്റെ ശരീരഭാഗത്താണെന്ന് മനസ്സിലായെങ്കിലും മെയിൻറ്റ് ചെയ്തില്ല. എൻ്റെ വേഷം ഇറുകിയ ബ്ലൂ കളർ ജീൻസും വെള്ള ടീ ബനിയനുമാണ്. ഫേവറേറ്റ് ഡ്രസ്സ്. പൊറോട്ട, ദോശ, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ. ദോശയും ചിക്കൻ ഫ്രൈയും ഒഴിഞ്ഞു കിടന്നൊരു കസേരയിൽ കയറി ഞാൻ ഇരുന്നു. എനിക്ക് മുമ്പിൽ നല്ല ചൂട് ദോശയും ഫ്രൈയും ചമ്മന്തിക്കറിയും കൊണ്ടുവന്ന് അയാൾ വെച്ചു. അതിൻ്റെ എല്ലാം മണം മൂക്കിലേക്ക് ഇരച്ച് കയറിയതും വയറ്റിൽ കത്താൻ തുടങ്ങി. ആർത്തിയോടെ ഞാനത് കഴിക്കാൻ തുടങ്ങി. ചേട്ടാ, ഒരു കട്ടൻ കൂടി. കുറച്ചു കഴിഞ്ഞ് കഴുകി വന്നപ്പോൾ കട്ടൻ റെഡി. ചൂടുകട്ടൻ ചായ മെല്ലെ ഊതി കുടിച്ചു. കഴിഞ്ഞതിൻ്റെ പൈസയും കൊടുത്ത് ബാക്കിയും വാങ്ങി ബുള്ളറ്റിനടുത്തേക്ക് വന്നു. ഹൗ, വേറെ നിറഞ്ഞപ്പോഴെന്ത് സുഖം. ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഗോൾഡ് കിങ്സ് ഒരെണ്ണം എടുത്തു. ആത്മാവിന് ശാന്തി നൽകിയിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്കിടെ ദം അടിക്കുന്ന ശീലമുണ്ട്. ഒന്നുകിൽ ടെൻഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ബിയർ കഴിക്കുമ്പോൾ, നല്ല തണുപ്പുള്ളപ്പോഴോ അങ്ങനെ വല്ലപ്പോഴും. 12 മണിക്ക് മുമ്പ് ഹോസ്റ്റൽ ഗേറ്റിനരികെ ഞാൻ വണ്ടി നിർത്തി. ഫോണെടുത്ത് ടെസ്സയെ വിളിച്ചു. ഡേ, ഞാനെത്തി. ടെസ് വരുന്നത് ഞാൻ കണ്ടു. അവൾ ഗേറ്റ് തുറന്നതും വണ്ടി ഞാൻ അകത്തേക്ക് കയറ്റി. ഡേ, വാർഡൻ ചേച്ചിയോട് ഞാൻ വരുന്ന കാര്യം പറഞ്ഞിരുന്നു. അതൊക്കെ എപ്പോഴേ പറഞ്ഞു. ടെസ്സയുടെ ആയിരുന്നു ചോദ്യം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. അതിനിടയിൽ എൻ്റെ യഥാർത്ഥ മാതാപിതാക്കളെയും കണ്ടുപിടിക്കണം. പപ്പ രഹസ്യമായി എന്നെ സപ്പോർട്ട് ചെയ്യും. ശരി, നല്ല ക്ഷീണം, ഒന്ന് കിടക്കണം. ഞങ്ങൾ എല്ലാവരും കിടന്നു. പതിയെ എൻ്റെ മനസ്സിൽ വീട്ടിലെ സംഭവങ്ങൾ തെളിഞ്ഞു. ഞാനിപ്പോൾ അനാഥയാണ്. ആ തിരിച്ചറിവ് എന്നെ വല്ലാതെ ഞെട്ടിച്ചു. പപ്പയുടെ ദയനീയമുഖം ഓർമ്മയിലെത്തിയതും ആ സ്വരമൊന്ന് കേൾക്കാൻ കൊതിയായി തോന്നി. ഇത്രയും വർഷം പപ്പയെന്ന് വിളിച്ചതാണ്. അന്നും ഇന്നും എന്നോട് അകലം മമ്മി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പപ്പയെ വിളിക്കാനായി ഫോൺ എടുത്തതേയുള്ളൂ. അപ്പോഴേക്കും പപ്പയുടെ കോൾ. പപ്പ, എനിക്ക് കരച്ചിൽ വന്നു. മോൾ, നീ എവിടെ ഇപ്പോൾ? ഹോസ്റ്റലിലാണ് പപ്പ. നീ അവിടെ ഉണ്ടെന്ന് മമ്മി അറിയണ്ട.
പഠനം നടക്കട്ടെ. പപ്പ അതൊക്കെ രഹസ്യമായി മാനേജ് ചെയ്തോളാം. പപ്പയുടെ ഇടയ്ക്ക് പിടിച്ച ശബ്ദം കാതിൽ വീണു. നിനക്ക് നാളെ ഒഴിവ് ദിവസമല്ലേ? നിനക്ക് നാളെ കരുനാഗപ്പള്ളി വരെ പോകാൻ പറ്റും? പോകാം. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രവി ഉണ്ണിത്താൻ. അദ്ദേഹത്തെ ചെന്ന് കണ്ടാൽ നിനക്ക് ചില വേണ്ടപ്പെട്ട വിവരങ്ങൾ ലഭിക്കും. ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ചെയ്യാം. ശരീരത്തിൻ്റെ ഓരോ രോമകുംഭങ്ങളും രോമാഞ്ചം കൊള്ളുന്നത് ഞാൻ അറിഞ്ഞു. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. ചിലപ്പോൾ ലൈഫിലെ ഒരു വഴിത്തിരവാകും രവി ഉണ്ണിത്താനുമായുള്ള കൂടിക്കാഴ്ച. അന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ ഉറങ്ങി. പതിവിലും നേരത്തെ ഉണർന്നു. ഞാൻ നോക്കുമ്പോൾ മൂന്നും പോത്തും പോലെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ അമ്മയെന്നാണ് കിടന്നത്. തലേനെടുത്ത് അവളുടെ ചന്തിക്കൊന്ന് കൊടുത്തു. പുല്ല് എത്ര പ്രാവശ്യം വിളിച്ചിട്ടും ഉണരുന്നില്ല. നല്ല 2 പട കിട്ടിയതോടെ അലറിക്കൊണ്ടവൾ ചാടി എഴുന്നേറ്റു. എന്നെ ഉറക്കമാടി പിശാച്, രാവിലെ വരാമെന്ന് ഏറ്റത് മറന്നു. എന്നാലും ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ ചിന്തിക്കണോടി അടുക്കണത്. മുതുകും തിരുമ്മി അവൾ എന്നെ ദഹിപ്പിച്ചു കളഞ്ഞു. നീ വരുവാണെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഞാൻ തനിയെ പോയിക്കോളാം. ടസ്സയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ കുളിമുറിയിലേക്ക് ടർക്കിയുമെടുത്ത് നടന്നു. ബാത്റൂമിൽ കയറി പല്ല് തേച്ച് കഴിഞ്ഞു. കുളിക്കാനായി ഷവറിൻ്റെ കീഴിൽ നിന്നു. അതിൽ നിന്ന് തണുത്ത വെള്ളം നഗ്നമേലിൽ പതിച്ചപ്പോൾ കിടുകിടുത്തുപോയി. ഒടുക്കത്തെ തണുപ്പ്. മഴക്കാലം കൂടിയായപ്പോൾ പറയുകയും വേണ്ട. കുളി കഴിഞ്ഞ് ടർക്കിയും മാറൽ ചുറ്റി ഞാൻ മുറിയിലെത്തി. അപ്പോഴും ടെസ്സ സുഖനിദ്രയിൽ തന്നെ. ആദ്യമായിട്ടൊരു വീട്ടിൽ പോവുകയില്ലേ? പരിചയമില്ലാത്ത നാട്. ടെസ്സ കൂടിയുണ്ടെങ്കിൽ ഒരു കമ്പനിയാകും. ദാ ഞാൻ റെഡി പറഞ്ഞുകൊണ്ട് അവൾ കുളിമുറിയിലേക്ക് ഓടി. ടെസ്സ കൂടെയുള്ളൊരു ധൈര്യമാണ്. കാരത്തെ ബ്ലാക്ക് ബെൽറ്റാണ് അവൾ. എന്നെയും കുറച്ച് അഭ്യാസമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ബ്ലൂ കളർ ജീൻസും ടീ ബനിയനും അരിച്ച് റെഡിയായി. അപ്പോഴേക്കും ടെസ്സയും എത്തി. 10 മിനിറ്റ് എടുത്തവൾ ഒരുങ്ങാൻ തന്നെ. ടെസ്സയും എൻ്റെ അതേ കളർ വേഷമാണ് ധരിച്ചത്. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഗംഗ കണ്ണു തിരുമ്മി എഴുന്നേറ്റ് വരുന്നു. എവിടേക്കാ രണ്ടും കൂടെ? സോറി എടി. സോറി നീ കയ്യിൽ വെച്ചോ, ഞങ്ങൾ ഇറങ്ങുവാണ്. ടെസ്സയും വിളിച്ച് ഞാൻ ബുള്ളറ്റിൽ കയറി നേരെ കരുനാഗപ്പള്ളിക്ക് വെച്ച് പിടിച്ചു. ഞങ്ങൾ കരുനാഗപ്പള്ളിയിലെത്തും സമയം 10 മണി കഴിഞ്ഞു. പപ്പ വാട്സപ്പിൽ ആളുടെ വീടിൻ്റെ ലൊക്കേഷനും അഡ്രസ്സും സെൻഡ് ചെയ്തിരുന്നു. എങ്കിലും സംശയം തീർക്കാനായിട്ട് ഞങ്ങൾ ഒരു ചെറിയ കടയിൽ കയറി തിരക്കി. ദേ ഈ റോഡ് വഴി നേരെ വിട്ടോളൂ. ഏകദേശം 1 കിലോമീറ്റർ ദൂരം ചെല്ലുമ്പോൾ 4 കൂടി ഒരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് ഇടത്തോട്ട് 1 കിലോമീറ്റർ. അവിടെ ചെറിയൊരു കുരിശടിയുണ്ട്. അതിനടുത്ത ഉണ്ണിത്താൻ്റെ വീട്. ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. താങ്ക്സ് ചേട്ടാ. ഞങ്ങൾ നന്ദിയും പറഞ്ഞ് ബുള്ളറ്റിനരികിലെത്തി. പടിഞ്ഞാറ് നല്ല മഴക്കോളുണ്ട്, തണുത്ത കാറ്റ്. ടെസ്സ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായതും ഞാൻ ടെസ് നിന്ന് മൂളി. ചേട്ടാ 2 കിങ്സ്. നേ കിങ്സോ? അതേ സിഗരറ്റ്. ഇവളുമാർ എവിടെ നിന്ന് വരുന്നടാ? എന്നാൽ ഇവിടെ അതൊന്നുമില്ല. വിൽസ് മാത്രമേ ഉള്ളൂ. എങ്കിൽ അത് മതി. ഭാവത്തിൽ ചേട്ടൻ 2 വിൽസ് എടുത്ത് തന്നു. ഉടനെ ലൈറ്റർ ഞങ്ങൾക്ക് നേരെ ചേട്ടൻ നീട്ടി. വിൽസ് ഞങ്ങൾ ആസ്വദിച്ചു വലിച്ചു. പതിയെ പുകച്ചുരുള്ള അന്തരീക്ഷത്തിലേക്ക് വിട്ടു. ദമ്മടി കഴിഞ്ഞത് മഴ ഇരച്ചെത്തി. ടെസ്സ വണ്ടിക്ക് മുന്നിൽ വലിച്ചിരുന്ന കവറിൽ നിന്ന് ജാക്കറ്റ് എടുത്തു വന്നു. ഞങ്ങൾ അതെടുത്ത് ധരിച്ചു. ഹെൽമെറ്റും തലയിൽ വെച്ച്. മഴയ്ക്ക് ശക്തി കുറഞ്ഞതോടെ യാത്ര തുടർന്നു. കടയിലെ ചേട്ടൻ പറഞ്ഞ കുരിശടിക്ക് പുറകിലെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു. വലിയൊരു വീടായിരുന്നു. രവി ഉണ്ണിത്താൻ്റെ ടെസ്സ ഇറങ്ങി ഗേറ്റ് തുറന്നു. ഞാൻ ബുള്ളറ്റ് അകത്തേക്ക് ഒടിച്ചു കയറ്റി. മുൻവശത്തെ കഥ കടച്ചിരിക്കുകയാണ്. ഞാൻ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. അകത്തൊരു ഹിന്ദി പാട്ടിൻ്റെ ട്യൂൺ കേട്ടു. ആരാ? എന്തു വേണം? ഞാനും ടെസ്സയും ജാക്കറ്റും ഹെൽമെറ്റും മാറ്റി മുമ്പോട്ട് ചെന്നു. അദ്ദേഹം ക്ഷണിച്ചതോടെ ഞങ്ങൾ അകത്ത് കയറിയിരുന്നു. ടെസ്സയുടെ നേരെ വിരൽ ചൂണ്ടിയായിരുന്നു ചോദ്യം. മേനു രാവിലെ വിളിച്ചിരുന്നു. നിങ്ങൾ ഉച്ചക്ക് മുമ്പ് എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ നേരത്തെ എങ്ങ് പോന്നു അങ്കിൾ. കുടിക്കാൻ എന്താ വേണ്ടത്? ചായ, കോഫി? കോഫി മതി. ലക്ഷ്മി കോഫി എടുത്തോളൂ. അങ്കിൾ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ശരിയേട്ടാ. അകത്ത് നിന്നൊരു സ്ത്രീ സ്ഥലമെത്തി. കോഫി കുടിച്ചു കഴിഞ്ഞ് സംസാരിക്കാം. ഞാൻ ഉടനെ വരാം. അങ്കിൾ മറ്റൊരു മുറിയിലേക്ക് കയറി. തിരികെ വരുമ്പോൾ കയ്യിൽ 2 ചെറിയ കവർ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ടീപ്പോയിൽ വെച്ചു. ഐശ്വര്യവതിയായ ഒരു മധ്യവയസ്ക 3 കപ്പിൽ കോഫിയുമായി എത്തി. ഓരോ കപ്പ് കോഫി ഞങ്ങൾക്ക് തന്നു. ലക്ഷ്മി, ഇത് അഗ്നി. മറ്റേ പെൺകുട്ടി ടെസ്സ. അഗ്നി നമ്മുടെ നന്ദൻ മേനോൻ്റെ മകളാണ്. ആ സ്ത്രീ എന്ന കൗതുകത്തോടെ നോക്കി. ആ കണ്ണിൽ ഒരു മകളുള്ള വാത്സല്യം ഞാൻ കണ്ടു. അവരെ അങ്കിൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഞങ്ങൾക്കൊരു മോനെയുള്ളൂ, നവനീത്. ഞങ്ങൾ അത് കേട്ട് പുഞ്ചിരിച്ചു. അത് നിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ ആധാരമാണിത്. ഞാൻ പ്രതീക്ഷിച്ച വാർത്തയില്ല കേട്ടത്. എൻ്റെ മുഖം പെട്ടെന്ന് മ്ലാനമായി.